ഹലോ കൂട്ടുകാരെ, ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ കൃഷി സ്ഥലം. പക്ഷേ അവിടെ കിടക്കുന്ന കണ്ടാൽ എന്ത് ചെയ്യാനാ? കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ നമുക്ക്? ഇതുണ്ടോ, ഒരു 3 മാസം അത്രയൊക്കെ വരുള്ളൂ കേട്ടോ. നമ്മുടെ ഫുള്ളും വൃത്തിയാക്കിയിട്ട് ഇപ്പം കിടക്കുന്നതുണ്ടോ. നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി വരണം, പക്ഷേ വരാൻ പോലും പേടിയാണ്. എന്ത് ചെയ്യാനാണ്? നമുക്ക് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ അതിനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുണ്ടോ, കുറച്ച് വാഴയൊക്കെ നിൽപ്പുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. തെങ്ങിലൊക്കെ ഒന്നുമില്ല, തെങ്ങിന് വളം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വാഴയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് ഈ സ്ഥലത്ത് നന്നായിട്ടൊന്ന് കൃഷി ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പന്നിയുടെ ഇതിന് എന്തെങ്കിലും ഒരു മോചനം കിട്ടിയാൽ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വാഴയൊക്കെ കുറച്ച് സ്ഥലത്തൊന്ന് ഒതുക്കിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ചീരയെങ്കിലും നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കാമായിരുന്നു. അങ്ങോട്ട് കുറച്ച് സ്ഥലത്തൊക്കെ ഭയങ്കര വെള്ളക്കെട്ടാണ്, എന്നാലും മറ്റുള്ള സ്ഥലത്ത് എന്തെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ? നമുക്കെപ്പോഴും ഇങ്ങനെ ഒരു 3 മാസം കൂടുമ്പം എത്ര രൂപയാവുന്നറിയോ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. പക്ഷേ വൃത്തിയാക്കാതെ ഇരിക്കാനും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുകളും ഉണ്ട് നമ്മൾ വൃത്തിയാക്കാതിരുന്നത്. നമുക്ക് ഇങ്ങോട്ട് എന്തായാലും നമ്മുടെ വസ്തുവിലോട്ട് ഇറങ്ങി വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കാട് പിടിച്ച് കിടന്നാൽ അതും ബുദ്ധിമുട്ടാണ് ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ വൃത്തിയാക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ അതിന് ഒരു 2-3 ദിവസമെങ്കിലും ആളിനെ വിട്ടാലേ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ചിലവ് ഓർത്താൽ അതും നമുക്ക് ഒരു വിഷമമുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് പലയിടത്തെയും അവസ്ഥകൾ. എന്ത് ചെയ്യാനാ? ഇതുണ്ടോ, ഉണ്ടോ, ഇത് തന്നെ ഇളക്കി മറിച്ചിട്ടിരിക്കുന്നുണ്ടോ? നല്ലൊരു തെങ്ങായിരുന്നു. കുറേ തെങ്ങ് നമ്മുടെ നശിച്ചു പോയി കേട്ടോ. അതിന് പകരം നമ്മൾ ഒരു 5-6 തെങ്ങിൻ തൈ വെച്ചു, പക്ഷെ ഒന്നുപോലും ഇപ്പോഴില്ല. നമുക്ക് കൃഷിഭവനിൽ നിന്നും തെങ്ങിൻ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു വയ്ക്കാനായിട്ട്, ഇളക്കി മാറ്റിയ തെങ്ങിൻ തൈക്ക് പകരം. പക്ഷെ അതൊന്നും ഇല്ല, നിലവിലില്ല. എന്തു വെച്ചാലും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് അല്ലെങ്കിൽ ഇത്രയും സ്ഥലത്ത് നമുക്ക് പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ ഒരു 10 സെൻറ്റിനകത്തെങ്കിലും നമുക്ക് പച്ചക്കറികൾ നമുക്ക് ധാരാളം നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് വിളയിച്ചെടുക്കാമായിരുന്നു. പക്ഷെ നമുക്ക് മതിൽ കെട്ടാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുക എല്ലാ സ്ഥലവും. ഇത് എൻ്റെ വാഴയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കുറേ വളം നമുക്ക് കിട്ടും. കണ്ടോ, ഒന്നും കളയാറില്ല, എല്ലാ സാധനങ്ങളും കൊണ്ട് ഇതിനകത്ത് ഇടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.